പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഒരു ദൈവ പൈതലിന് ഒരു നാളും വായടച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതുവരെ ദൈവം നടത്തിയത് ഓർക്കുമ്പോൾ, ഇതുവരെ കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രിയരെ, നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേര് ചൊല്ലി വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്, നമ്മെക്കുറിച്ച് വലിയ കരുതലുണ്ട്. നമ്മെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് അധരങ്ങളെ തുറന്ന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. അവൻ ചെയ്ത ഉപകാരങ്ങളെ എണ്ണി എണ്ണി സ്തുതിച്ചാലും എത്ര സ്തുതിച്ചാലും മതി വരാത്ത അത്രത്തോളം നന്മകളാൽ അത്രയും ദൈവം നമ്മെ നിറച്ചത്. ഇന്ന് പകൽക്കാലം ഈ പുതിയ ദിവസം നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നീ വലിയവനാ, നീ വിശ്വസ്തനാ, നീ മാറാത്ത ദൈവമാ, നീ ഞങ്ങളെ കൈവിടാത്ത ദൈവമാ. ഒന്ന് പറയാൻ പറ്റുമോ? ദൈവം നടത്തിയ ഉപകാരങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരം കൊണ്ട്, ആത്മാവ് കൊണ്ട്, മനസ്സുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നാം ഈ സങ്കീർത്തനത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നവർക്കുള്ള 5 അനുഗ്രഹങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 5 അനുഗ്രഹങ്ങൾ. ദൈവത്തെ വാ തുറന്ന് സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, ഒന്നാമതായി പറയുന്നു ദൈവം മോചിക്കുന്ന ദൈവം, 2 സൗഖ്യമാക്കുന്ന ദൈവം, 3 വീണ്ടെടുക്കുന്ന ദൈവം, 4 അണിയിക്കുന്ന ദൈവം, 5 തൃപ്തി വരുത്തുന്ന ദൈവം. നോക്ക്, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. 1, അവൻ മോചിക്കുന്നു. നിൻ്റെ സകല അകൃത്യത്തെയും അവൻ മോചിക്കുന്നു. നിൻ്റെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിൻ്റെ പാപത്തെ മോചിക്കുവാൻ കർത്താവ് വലിയവനത്രേ, വിശ്വസ്തനത്രേ. എത്ര കടുംചുമപ്പാണെങ്കിലും എത്ര പാപിയാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി, യേശു നിൻ്റെ പാപത്തിന് പരിഹാരം തരും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകും. 2, അവൻ നമ്മെ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിൻ്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. നോക്ക്, ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരോട് ഹല്ലേലൂയ നിങ്ങളുടെ പുരോഹിതനെ കാണിക്കുക എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിട്ടപ്പോൾ അവർ പോകുന്ന പോക്കിൽ അവർ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചത് കണ്ടപ്പോൾ ആ കൂട്ടത്തിൽ ഒരുവൻ മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞവനോട് യേശു പറഞ്ഞു, നിൻ്റെ കുഷ്ഠരോഗം മാത്രമല്ല, നീ സകലത്തിലും പൂർണ്ണതയുള്ളവനായിരിക്കുക. അവൻ്റെ ജീവിതത്തിൽ എവിടെയാണോ മറ്റു കുറവുകളുള്ളത്, മറ്റു ബുദ്ധിമുട്ടുകളുള്ളത്, അതെല്ലാം യേശു സൗഖ്യമാക്കി. നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോൾ സകല രോഗത്തെയും സൗഖ്യമാക്കും. നിങ്ങൾക്കറിയുന്നതും അറിയാത്തതും നിങ്ങളുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ഒന്ന് വാ തുറന്ന് സ്തുതിച്ചാൽ മാത്രം മതി, നന്ദി പറഞ്ഞാൽ മാത്രം മതി. അവൻ നിൻ്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവം. 3, അവൻ വീണ്ടെടുക്കുന്ന ദൈവമാണ്. നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവം. ശത്രുവിൻ്റെ തന്ത്രത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവം. ശത്രു ബന്ധിച്ചു വെച്ച ചിലരെ അവൻ്റെ ചങ്ങലയ്ക്കകത്തുനിന്ന് വിടുവിച്ച് വീണ്ടെടുക്കുന്ന കർത്താവത്രേ. അവൻ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത ദൈവം. ഹല്ലേലൂയ. പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഒരു ബന്ധനത്തിനോ ഒരു തന്ത്രത്തിനോ ഒരു മന്ത്രത്തിനോ നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റ കാര്യം, വാ തുറന്ന് നന്ദി പറയുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ എന്ന് നിങ്ങളൊന്ന് പറയുമോ? ഇതുവരെ നടത്തിയതിനെ ഓർത്തൊന്ന് ധ്യാനിക്കുമോ? നിങ്ങളെ അവൻ വീണ്ടെടുക്കും. ഇതാ 4-മതായി പറയുന്നു, അവൻ നിങ്ങളെ അണിയിക്കുന്ന ദൈവം. അവൻ നിങ്ങളെ
ദയയും കരുണയും കൊണ്ട് അവൻ നിന്നെ അണിയിക്കും, തൻ്റെ മഹത്വം കൊണ്ട് അണിയിക്കും. ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും വയലിലെ താമരയോളം ചമയാൻ അണിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും നന്നായി അണിയിക്കുന്ന, ഏറ്റവും നന്നായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. സമൂഹത്തിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, കുടുംബക്കാരുടെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ അണിയിച്ചൊരുക്കുന്ന ഒരു അപ്പ നമുക്കുണ്ട്. മണവാട്ടി ആഭരണത്താൽ അണിയുന്നത് പോലെ നിങ്ങളെ എല്ലാവിധ സ്വർഗീയ നന്മകളാലും അവൻ അണിയിക്കും. ഇതാ അവസാനം 5-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അവൻ തൃപ്തി തരുന്ന ദൈവം. ജീവിതത്തിൽ പലതും നേടിയിട്ടും, പലതും സമ്പാദിച്ചിട്ടും, പലതും പ്രാപിച്ചിട്ടും തൃപ്തി വരാത്ത മനുഷ്യരുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട്, ദൈവത്തിൻ്റെ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. സകല കൃപയും തന്ന്, സകല ഹല്ലേലൂയ നന്മയും തന്ന് അവൻ തൃപ്തി തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിലെ ഏതാവശ്യത്തിനും മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം തിരുവചനം പറയുന്ന പ്രകാരം നമുക്ക് നമ്മെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നന്ദി പറയാം. ഇതുവരെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത്, ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും കർത്താവ് പരിപാലിച്ചത് ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.